വെൽക്കം ടു CC Gadgets. CC Gadgetsൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് റിയൽമി വാച്ച് എസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. അപ്പം റിയൽമിയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാച്ചാണ് റിയൽമി വാച്ചസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്, റിയൽമി വാച്ച് എസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. അപ്പം നമുക്ക് കണ്ടാൽ അറിയാം, ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റാണ്. അപ്പം മുന്നിൽ തന്നെയായിട്ട് നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേ ഇത് കൊടുത്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പററി ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്രാച്ച് ഒന്നും വരില്ല. അതുപോലെ തന്നെ സൈഡ് നോക്കുവാണെങ്കിൽ 2 മെനു ബട്ടൺസ് കൊടുത്തിരിക്കുന്നുണ്ട്. സൈഡ് കേസ് വരുന്നത് ഇതിൻ്റെ അലൂമിനിയം അലോയ് കേസാണ് വരുന്നത്. അപ്പം പ്ലാസ്റ്റിക് ബിൽഡല്ല, സൈഡ് അലൂമിനിയം അലോയ് കേസാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ബാക്ക് സൈഡ് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കാണാം. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാച്ച് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഗ്രീൻ ലൈറ്റ്. ഇത് സെൻസറാണ്, ഓട്ടോ സെൻസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ 2 സ്ഥലത്തായിട്ട് നമുക്ക് ചാർജിങ് പോയിൻ്റ് കാണാം, ഇവിടെ ഒരു സെൻസർ കാണാം. ആ ബാക്ക് സൈഡ് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ബിൽഡാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല കട്ടിയോട് കൂടിയുള്ളൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാച്ച് സ്ട്രാപ്പ് നോക്കുവാണെങ്കിൽ ഇവിടെ സ്ട്രാപ്പിൻ്റെ ബാക്കിലായിട്ട് റിയൽമി എന്ന ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നുണ്ട്. സ്ട്രാപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് കണ്ടറിയാം, ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള സിലിക്കൺ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രാപ്പ് ഇപ്പം ഈ വാച്ച് നമുക്ക് റിയൽമി സ്റ്റോറിൽ പോകുകയാണെങ്കിൽ ബ്ലാക്ക് കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് റിയൽമി സ്റ്റോറിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ബ്ലാക്ക് കളറിലും പിന്നെ ഒരു ഗോൾഡൻ കളർ, ഓറഞ്ച് കളറിലും ഒരു ഗ്രീൻ കളറിലും ഒരു ബ്ലൂ കളറിലും സ്ട്രാപ്പ് അവൈലബിൾ ആണ്. നമുക്കിത് റിമൂവബിൾ സ്ട്രാപ്പാണ്. ജസ്റ്റ് നമുക്കിവിടെ കണ്ടാൽ അറിയാം. ഇത് ജസ്റ്റ് സൈഡോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഏകദേശം ഡിസ്പ്ലേ സൈസ് വരുന്നത് 3.3 സെൻറ്റിമീറ്റർ ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഏകദേശം 1.28 വരുന്നുണ്ട്. ഇതിൻ്റെ പറയുകയാണെങ്കിൽ 15 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. 15 ദിവസം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ചാർജഡ് ആയിട്ട് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഹാർഡായിട്ട്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, വർക്കൗട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഈ ബ്ലൂടൂത്ത് ഓണാക്കി നമ്മൾ ഈ വാച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസം കിട്ടില്ല. ഞാനിപ്പം ഏകദേശം ഒരു മാസത്തോളം ഈ വാച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഈ വാച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 15 ദിവസമൊന്നും കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം എന്തായാലും മാക്സിമം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് പറയുകയാണെങ്കിൽ. അപ്പം ജസ്റ്റ് നമുക്ക് ഓണാക്കി നോക്കാം. ജസ്റ്റ് നമുക്ക് ഓണാക്കുന്ന സമയത്ത് തന്നെ ഡയൽ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഡയൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതിപ്പോൾ നമ്മൾ വാച്ചിൽ ഓൾറെഡി സ്റ്റോക്കായിട്ടുള്ളത് ഏകദേശം 6 വാച്ച് ഫേസ് ആണ് സ്റ്റോക്കായിട്ടുള്ളത്. നമുക്ക് റിയൽമി ലിങ്കിൽ പോയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കയറിയാൽ ഏകദേശം നമുക്കൊരു 100 സ്റ്റൈലിഷ് ആയിട്ടുള്ള വാച്ച് ഫേസസ് നമുക്ക് അതിൽ നിന്നും ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മഴയത്തായാലും, നല്ല മഴയുള്ള സമയത്തായാലും, വർക്കൗട്ടിൻ്റെ സമയത്താണെങ്കിൽ വേർപ്പും കാര്യങ്ങളൊന്നും ആയാലും നമുക്ക് ഈ വാച്ചിന് യാതൊരുവിധ പ്രശ്നങ്ങളും ആവില്ല. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ 16ഓളം സ്പോർട്സ് മോഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് കണ്ടുതരാം. നമുക്ക് ഇവിടുന്ന് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ്, ഇപ്പോൾ ഓൾറെഡി ഞാൻ വാച്ച് കണക്റ്റ് ആയതുകൊണ്ട് വന്ന് കിടക്കുന്ന മെസ്സേജാണ്. അപ്പം ജസ്റ്റ് നമുക്ക് മേലെ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി വലിച്ചിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിലീറ്റ് ബട്ടൺ കാണാം. ഡിലീറ്റ് ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിക്കിൻ്റെ ചിഹ്നം കാണാം. ആ ടിക്ക് ചെയ്ത് കാണാം നമുക്ക് എന്താക്കാം, മെസ്സേജ് എല്ലാം ക്ലിയർഡ്. അപ്പം ക്ലിയർഡ് എന്ന് പറഞ്ഞൊരു കാണാം. അപ്പം ജസ്റ്റ് നമുക്ക് കാണാം മേലോട്ട് വലിച്ചാൽ നോ മെസ്സേജ് എന്ന് കാണാം. ഇപ്പം നമ്മൾ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് കഴിഞ്ഞാൽ ഇതിൻ്റെ മെനു ബട്ടൺസാണ് വരുന്നത്. ക്ലോക്ക് നമുക്ക് അലാറവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ക്ലോക്കുണ്ട്. ബാക്ക് പോവുകയാണെങ്കിൽ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമൈസ് ഈ ബട്ടണാണ് അമർത്തേണ്ടത്. അപ്പം സെറ്റിങ്സും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് മോഡുകൾ ഏകദേശം 16ഓളം സ്പോർട്സ് മോഡുകളുണ്ട്. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏകദേശം ഔട്ട്ഡോർ റണ്ണ്, വാക്ക്,
ഇൻഡോർ റണ്ണ്, ഔട്ട്ഡോർ സൈക്ലിംഗ്, എയറോബിക് കപ്പാസിറ്റി, സ്ട്രെങ്തനിങ് ട്രെയിനിങ്, ഫുട്ബോൾ, ബാസ്ക്കറ്റ് ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ, ഇൻഡോർ സൈക്ലിംഗ്, എലിപ്റ്റിക്കൽ, യോഗ, ക്രിക്കറ്റ്, പവർ മെഷീൻ, അതുപോലെ തന്നെ ഏകദേശം ഒരു 16 തരത്തോളം സ്പോർട്സ് മോഡുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്. ജസ്റ്റ് നമ്മളിതാ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് നമ്മൾ ഇപ്പം കയ്യിലിട്ടിട്ടില്ല, അപ്പോൾ ഇത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പം ഫെയിൽ ടു മെസ്സേജ് പ്ലീസ് കീപ് സ്റ്റിൽ ആൻഡ് വിയർ ക്ലൂയിങ് സ്കിൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് കെട്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഹാർട്ട് റേറ്റ് മോണിറ്ററും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള, ബ്ലഡ് ഓക്സിജൻ ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള, പിന്നെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, പിന്നെ ക്യാമറ കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും വാച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മെനു ബാർ, നമ്മൾ എത്രത്തോളം കലോറി ബേൺ ചെയ്തു കാര്യങ്ങളൊക്കെ ഇത് ഓൾറെഡി റെക്കോർഡായിരിക്കും. ഇതിപ്പം സ്ലീപ്പ് മോണിറ്ററൊന്നും ഞാൻ ഓണാക്കുന്നതാണ്. പിന്നെ ഇതിപ്പം കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ, ബ്ലൂടൂത്ത് കണക്ഷൻ, നൈറ്റ് മോഡ്, പിന്നെ ഇത് ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ്സും അവൈലബിൾ ആണ്. ഓട്ടോ ബ്രൈറ്റ്നസ് ഓണാക്കി നമ്മൾ ഇപ്പം സൺലൈറ്റ് എടുത്തൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് സൈസ് വരുന്നത് 5 മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വാച്ചിൽ പറയാനുള്ളത്. ഓവറോൾ ഒരു നല്ലൊരു വാച്ചാണ്. ഏകദേശം ഇതിന് പ്രൈസ് റേഞ്ച് വരുന്നത് 4499 രൂപയാണ് ഇപ്പം പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഇപ്പം ചാർജിങ് പോർട്ട് ഈ 2 സ്ഥലമാണ് ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിയൽമി എന്ന ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ജസ്റ്റ് ഇതൊരു ഇങ്ങനെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ആവുന്നതായിരിക്കും. ഒരു മാഗ്നറ്റിക് കൺട്രോളാണ്. ജസ്റ്റ് പവർഫുള്ളായിട്ടുള്ളൊരു മാഗ്നറ്റിക്കാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ചാർജർ. വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ചാർജറാണ്. അപ്പോൾ നമുക്ക് ചാർജർ മാറ്റി വെക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വാച്ച് യൂസ് ചെയ്യണം നോക്കാം. നമുക്ക് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇവിടെ റിയൽമി ലിങ്ക് എന്നൊരു ഇതുണ്ട്. അപ്പം ഓൾറെഡി ഞാൻ കണക്ഷൻ ചെയ്ത് വെച്ചുകൊണ്ടാണ്. അപ്പം കണക്ട് ചെയ്യാത്ത ഇതൊരു പുതുതായി വാങ്ങുന്ന ഒരാൾക്ക് നമുക്കിവിടെ പ്ലസ് ചിഹ്നം കണ്ടാൽ പ്ലസ് ചിഹ്നം ഞെക്കിയാൽ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ടേൺ ഓൺ ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമുക്ക് റിയൽമി വാച്ച് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കാണിക്കും. അതവിടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ റിയൽമി വാച്ച് എസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അറിയാം ഓൾറെഡി ഇത് കണക്റ്റഡ് ആണ്. അപ്പം ഏകദേശം ഒരു 100 സ്റ്റൈലിഷ് ആയിട്ടുള്ള വാച്ച് ഫേസുകളിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസ് നമുക്കാക്കാം. അപ്പം ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ചെയ്ത് സിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ സിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ അപ്പോൾ നമ്മളുടെ ഒരു ലോഡിങ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫേസ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ ഡൺ. അപ്പം നമുക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാച്ച് ഫേസ് അതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ഇവിടെ കോൾ റിമൈൻഡർ എന്നൊരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഔട്ട് ഗോയിങ് കോളിംഗ് ചെയ്യാനുള്ള ഫ്യൂച്ചർ ഈ വാച്ചിൽ അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ഇൻകമിങ് കോൾ മാത്രമേ ഇതിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം കോൾ റിമൈൻഡർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക്
മൊബൈൽ ഇപ്പം വൈബ്രേഷൻ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ വാച്ച് നമ്മളുടെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഇൻകമിങ് കോളിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ വാച്ചിൽ വരുന്നതായിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഏതെല്ലാം വേണം, നമുക്ക് SMS മെസ്സേജ്, ജിമെയിൽ, അല്ലെ യൂട്യൂബ്, വാട്സപ്പ് അതുപോലുള്ള എല്ലാം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ വരുന്ന അറ്റ് എ ടൈമിൽ നമ്മുടെ വാച്ചിലും ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഹെൽത്ത് റിമൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റാൻഡപ്പ് റിമൈൻഡർ, അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷൻസ് അല്ലെങ്കിൽ IT പ്രൊഫഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡപ്പ് റിമൈൻഡർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നിൽക്കുവാൻ വേണ്ട ആ ഒരു റിമൈൻഡർ നമുക്ക് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയമാവും അല്ലെങ്കിൽ ആ ഒരു ടൈം ഡ്യൂറേഷൻ ആവുന്ന സമയത്ത് നമ്മുടെ വാച്ചിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ റിമൈൻഡേഴ്സ് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്ക് കണ്ടാലറിയാം. വാട്ടർ റിമൈൻഡേഴ്സ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാം 7 മണി 11. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഡിഫറൻസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കുടിക്കേണ്ട അല്ലെങ്കിൽ ഓരോ മണിക്കൂർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഓരോ മണിക്കൂർ കൂടുന്നേരം നമുക്ക് വാച്ചിൽ ഓട്ടോമാറ്റിക്കലി ഒരു വൈബ്രേഷനോടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ മോർ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ക്യാമറ കൺട്രോൾ, ഫൈൻഡ് മൈ ഫോൺ, വെതർ, മ്യൂസിക് പ്ലേ കൺട്രോൾ, എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നു. അപ്പം ജസ്റ്റ് നോക്കാം. നമ്മൾ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് കണ്ടാലറിയാം. നമ്മളിപ്പം ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറ എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നമ്മളിപ്പോൾ ഒരു വ്ളോഗറോ അല്ലെങ്കിൽ അതുപോലുള്ള വ്ളോഗറോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ട്രൈപോഡിലൊക്കെ വെച്ച് നമുക്ക് വാച്ചിൽ നിന്നും നമുക്ക് സുഖകരമായിട്ട് ക്യാമറ കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണ്ടാലറിയാം, നമുക്ക് ശ്രദ്ധിച്ചാലറിയാം. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് വാച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ട് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് ട്രാക്കിൽ പോകുന്നതായിരിക്കും. ബാക്ക് വേർഡ് വരണമെങ്കിൽ ബാക്ക് വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ വില ഏകദേശം വരുന്നത് നമ്മുടെ ഇപ്പോൾ റിയൽമി സ്റ്റോറിൽ വരുന്നത് 4499 രൂപയാണ് ആ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ 4499 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഔട്ട് ഗോയിങ് കോളുകൾ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 16ഓളം സ്പോർട്സ് മോഡുകളുണ്ട്, 100 സ്റ്റൈലിഷ് വാച്ച് ഫേസസുകളുണ്ട്. പക്ഷെങ്കിൽ നമുക്കറിയാം ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പുതിയ സ്മാർട്ട് വാച്ചുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ 4499 രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ 4499 രൂപയ്ക്ക് കോൾ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ 100 സ്പോർട്സ് മോഡുകളും 200ഓളം സ്റ്റൈലിഷ് വാച്ച് ഫേസുകളുള്ള ഒരുപാട് വാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഫയർബോൾട്ട്, ബോട്ട് പോലുള്ള ഒരുപാട് കമ്പനികൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാച്ചുകൾ ഇറക്കുന്നുണ്ട്. അപ്പം ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിച്ച് നമ്മളൊരു വാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ വാച്ച് 4499 രൂപയ്ക്ക് വെർത്തല്ല. ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. 4499 രൂപയ്ക്കൊക്കെ നല്ല ഒരുപാട് ഫ്യൂച്ചേഴ്സ് കിട്ടുന്ന അല്ലെങ്കിൽ കോളിംഗ് ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് സ്പോർട്സ് മോഡുകളുള്ള വാച്ച് ഫേസ് ഒരുപാട് സ്പോർട്സ് മോഡുള്ള വാച്ചുകളൊക്കെ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓഫ് ചിന്തിക്കുകയാണെങ്കിൽ 4450 രൂപയ്ക്ക് ഇത് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. നേരെ മറിച്ച് ഈ റിയൽമി എന്ന ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പും അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ 4450 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേർത്തായിട്ടുള്ളൊരു വാച്ചാണ്. ആ ഒരു ഭാഗം ഒഴിച്ചു നിർത്തി എന്നുവെച്ചാൽ നമുക്കൊരു കോളിംഗ്
ഫ്യൂച്ചേഴ്സ്, നമുക്ക് കോൾ ചെയ്യാനുള്ളൊരു ഫ്യൂച്ചറും അതുപോലെ തന്നെ 200ഓളം സ്റ്റൈൽസ് വാച്ചുകളും 100ഓളം സ്പോർട്സ് മോഡുകളും. അപ്പോൾ ഇതിൽ ഓൾറെഡി 16 സ്പോർട്സ് മോഡ്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് റിയൽമി വാച്ചസ്. ഞാൻ ഉപയോഗിച്ചു, ഒരു കുഴപ്പവും. ഇത് 1 മാസത്തോളം ഉപയോഗിക്കുന്നു. ഇതുവരെ സെൻസർ ആയാലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളായാലും ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ബ്ലഡ് ഓക്സിജൻ ലെവലാണെങ്കിലും ഹാർട്ട് റേറ്റ് ആണെങ്കിലും നമ്മൾ ഓക്സിമീറ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണോ ഇതിൽ കിട്ടുന്നതെന്ന് നമുക്ക് പറയാനാവില്ല. ചെറിയ 1-2 പോയിന്റിൽ വ്യത്യാസത്തിലാണ് ഇതിൽ നമുക്ക് ഹാർട്ട് റേറ്റും അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടല്ല നമുക്ക് കിട്ടുന്നത്. എന്നാലും ഏകദേശം നമുക്ക് ഒരു 0.1 വ്യത്യാസത്തിലൊക്കെയാണ് നമുക്ക് വാല്യൂ ഇതിൽ കിട്ടുന്നത്. അപ്പം ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും സ്പോർട്സ് മോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലത്തെ എല്ലാ കൺട്രോൾസിൻ്റെ കാര്യങ്ങളും ഇത് 4450 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, അടുത്തത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസുമായിട്ട് അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ഇന്നുവരെ ഗുഡ് ബൈ.